friends, welcome to Commerce Bytes. I hope your preparations are all going good. Keep on studying, keep on practicing, keep on workouting your previous year question paper. Without further delay, let's move to our topic. Today we are going to take some random topics and we are going to discuss on that random topics. There are 4 to 5 topics. Okay, without much delay, let's start. First one, anecdotal observation. It is a record. This is a record, is an observation written like a small story, and it is a description of events which is important to a person observing, and it is a short, objective and accurate, and it is a report on a student specifying the student behavior, skill, attitude of individual as they relate to outcome in a program of studies. So anecdotal observation is just like a short story which is a description ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി. ആ ഒരു ഓരോ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, ആ ഒരു സ്റ്റഡിയാണ് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓൾവേസ് മൈ ഡിയർ സ്റ്റുഡൻറ്റ്സ്, please note that whenever you are having a question, search for the keywords. Our question definitely I can assure you that there will be a keyword to our question de our sentence inde towards the last ആയിരിക്കും അതിൻ്റെ ഒരു കീവേഡ്. സോ എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ യു പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ വിൽ ബി എ കീവേഡ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി ആവാം, ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഓഫ് എ പേഴ്സൺസ് ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട്, ഒബ്ജക്റ്റീവ് ആൻഡ് അക്യുറേറ്റ്. അതുപോലെ നമ്മൾ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുമ്പോഴും അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻസിലെ കീവേഡ്സ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടാവണം. ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഇൻ റൈറ്റിംഗ് യുവർ എക്സാം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, യു പീപ്പിൾ ഷുഡ് ബി തറോ വിത്ത് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആസ് മച്ച് ആസ് യു പോസിബിൾ. 2 or 3, 4 or 5, വാട്ട് ഇറ്റ് മേ ബി, 5 times പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താലും ഇറ്റ് വിൽ നോട്ട് ഹാം യു anywhere. It will be so good. So always work out your previous year question paper. That will help you as much. Okay, next main ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വാല്യൂസ്. വാല്യൂസിലെ ഒരു ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് എന്തായാലും വന്നിരിക്കും, ഒരു 1 to 2 ലൈക്ക്. ഓക്കെ, വാല്യൂസിലെ ഒരു 6 to 7 points I have mentioned in this PowerPoint presentation, and you people can understood എവിടെ നിന്നൊക്കെ അവർ ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ നോട്ട്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വാല്യൂസിനെ പറ്റി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ക്ലിയർ ആവില്ലേ എത്രത്തോളം വാല്യൂസിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ വിതൗട്ട് ഫർദർ ഡിലേ, ഫസ്റ്റ് വൺ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാല്യൂസ്, അത് പ്രാക്ടീസിങ് ആണ്. പിന്നെ വാല്യൂസ് ഡൈനാമിക് ആണ്, ഇൻകൾക്കേറ്റഡ് ആണ്. ഇൻകൾക്കേറ്റഡ് മീൻസ് ദാറ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് വാല്യൂസ്. മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, അതാണ് വാല്യൂസ് ക്യാൻ ബി ഇൻകൾക്കേറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ വാല്യൂസ് ഹാവ് ടു ബി പ്രൊഫസ്ഡ്. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് വാല്യൂ സിസ്റ്റം എൻഷുവേഴ്സ് സോഷ്യൽ സസ്റ്റെയിൻ. ഒരു സോഷ്യൽ സസ്റ്റെയിൻ എപ്പോഴും ഒരു വാല്യൂ സിസ്റ്റം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വാല്യൂ സിസ്റ്റം എൻഷുവേഴ്സ് സോഷ്യൽ സസ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഒരു സോഷ്യലൈസ്ഡ് അങ്ങനെ എല്ലാ രീതിയിലാണെങ്കിലും സൊസൈറ്റീനോട് നമുക്കുണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് തിരിച്ചും ഉണ്ടാവുന്നത് അതൊക്കെ ഈ വാല്യൂ സിസ്റ്റം കൊണ്ടാണ്. ഓക്കെ, വാല്യൂ സിസ്റ്റം ഓഫ് അഡോളിസൻറ്റ് ആർ ഫ്രം പാരൻസ്. എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അക്കോർഡിംഗ് ടു സ്കൂളാണെങ്കിൽ അത് സ്റ്റുഡൻസ്, പാരൻസ് ആയിരിക്കും എപ്പോഴും ഈച്ച് ആൻഡ് എവറി ഒരു ചൈൽഡിൻ്റെ ഫസ്റ്റ് ടീച്ചർ. സോ പാരൻസിൻ്റെ അടുത്തു നിന്നാണ് കൂടുതൽ വാല്യൂസ് ഈ ചിൽഡ്രൻ
മേടിക്കുന്നത് എന്ന് വെച്ചാൽ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ വെച്ച് ഒരാളോട് മിസ്ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും കുറ്റം പോകുന്നത് പാരൻസിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വാല്യൂ സിസ്റ്റം ഓഫ് അഡോളിസൻസ് ആർ ഫ്രം പാരൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് വാല്യൂ ബേസ്ഡ് മെസ്സേജസ് ത്രൂ സ്റ്റോറീസ്. എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റോറീസിലൂടെ കൺവേ ചെയ്യുമ്പോഴാണ് കൂടുതൽ കുട്ടികൾക്ക് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ is the value is woven of education program in whole school approach. ഒരു whole school approach ആണ്. From the word itself it's clear that ഒരു സ്കൂളിൻ്റെ അപ്രോച്ച് എന്നല്ല, whole school, ഒരു സ്കൂൾ ടോട്ടലി ആ അപ്രോച്ച് വാല്യൂന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളുകളിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് വീക്ക്ലി വൺസ് ഉണ്ടാകും. 1 to 8 എന്തായാലും എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകും വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് ഇൻ ഈച്ച് വീക്ക്. അതുപോലെ തന്നെ പാരൻസിന് ഉള്ള സെമിനാറുകൾ, വാല്യൂ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സെമിനാറുകൾ പാരൻസിന്, ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന് ഇറ്റ് വിൽ ബി കണ്ടക്ടിങ്. അതുകൊണ്ടാണ് വാല്യൂ ഇസ് വൂവൻ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇൻ ഹോൾ സ്കൂൾ അപ്രോച്ച് എന്ന് അവർ പറയുന്നത്. ഓക്കെ, ഇനി 2 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്, സ്കിൽ ലേണിങ്ങും സ്കീമ ലേണിങ്ങും. സ്കിൽ ലേണിംഗ്, ദ ലേണിംഗ് ഓഫ് ടാസ്ക് ടു ഗീവ് ദ അക്യുറസി, സ്പീഡ് ആൻഡ് പെർഫോമൻസ് ആഫ്റ്റർ ഹൈ ഡിഗ്രി ഓഫ് പ്രാക്ടീസ്. എക്സാമ്പിൾ, റണ്ണിങ് റേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ കോമ്പറ്റീഷന് മുന്നേ അവർ ഒരു 65 days അല്ലെങ്കിൽ മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 30 days അല്ലെങ്കിൽ to 60 days അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവും. ഇത്ര അവേഴ്സ് അവർ പ്രാക്ടീസ് ചെയ്യും. ആ ഒരു പ്രാക്ടീസിൻ്റെ പ്രാക്ടീസ് എത്രത്തോളം അവർ അടിപൊളിയായിട്ട് ചെയ്തു അതിനെ അപേക്ഷിച്ചിരിക്കും അവരുടെ അതിലേക്കുള്ള റിസൾട്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് സ്പെസിഫൈ ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന ഒരു സ്ലോഗൻ വരെയുണ്ട്. ഓക്കെ, നൗ ദ സ്കിൽസ് ആർ പെർപെച്വൽ, കോഗ്നേറ്റീവ് ആൻഡ് മോട്ടോർ. സ്കിൽ ലേണിംഗ് യൂസ് മോട്ടോർ, കോഗ്നേറ്റീവ് ഓർ കോംബോ ഓഫ് ദിസ്. അപ്പോൾ സ്കിൽ ലേണിങ്ങിൽ വരുന്നത് ആക്യുറസി, സ്പീഡ്, പെർഫോമൻസ്, perpetual ആണ്, cognitive ആണ് and motor. These are the keywords. Keep in your minds. The next one is schema learning. Schema learning describes the knowledge is acquired, processed and